ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിലുള്ള പണികളൊക്കെ കുറവായതുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള 3 സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം തീർത്തും എൻ്റെ അഭിപ്രായമാണ്. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ എന്നോട് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്തോ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ മറുപടി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു 3 വണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഞാൻ 1ാം സ്ഥാനം കൊടുക്കുന്നത് നമ്മളെ കുട്ടി ഡീസലിനാണ്. കുട്ടി ഡീസൽ ഓട്ടോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 2012 മേലേക്ക് മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അധികം താഴേക്കുള്ള മോഡൽ എടുക്കണ്ട. ഈ 1ാം സ്ഥാനം കുട്ടി ഡീസലിന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും ആദ്യമായിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരുന്ന ഒരാൾക്ക് വലിയൊരു ഫണ്ടൊന്നും കയ്യിലുണ്ടാവില്ല. ഒരു 50 രൂപ മുതൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി കുട്ടി ഡീസലാണെങ്കിൽ കിട്ടും. പിന്നെ കുട്ടി ഡീസലിന് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ നിലവിലുള്ളതിൽ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ടയറിനാണെങ്കിലും വില കുറവാണ്. സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ 1ാം സ്ഥാനം കുട്ടി ഡീസലിന് കൊടുക്കുന്നത്. 2ാം സ്ഥാനം ആപ്പയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ആപ്പയാണ്. ഇത് 2011 മോഡലാണ്. ആപ്പ മോശം വണ്ടി ആയതുകൊണ്ടൊന്നല്ല 2ാം സ്ഥാനം കൊടുത്തത്. ഇപ്പോൾ 2012 കുട്ടി ഡീസൽ എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ ഒരു 50 രൂപ റേറ്റിൽ കിട്ടും. ആ സമയം 2012 ഒരു ആപ്പ് എടുക്കണമെങ്കിൽ അതൊരു 90, 100 വരും. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ആപ്പയ്ക്ക് 2ാം സ്ഥാനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യത്തിലായാലും ആപ്പയ്ക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാൻ ഈ ടയറിനൊക്കെ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറാൻ വേണ്ടി പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. കാരണം ഞാൻ ഈ 2 വണ്ടിയും ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലും കുട്ടി ഡീസലിനെ അപേക്ഷിച്ച് ആപ്പയ്ക്ക് മൈലേജ് കുറവാണ്. പിന്നെ 3ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് വെള്ളിമൂങ്ങയാണ്. വെള്ളിമൂങ്ങയും മോശം വണ്ടി ആയതുകൊണ്ടൊന്നല്ല 3ാം സ്ഥാനം കൊടുത്തത്. പക്ഷേ ആപ്പേനെയും കുട്ടി ഡീസലിനെ അപേക്ഷിച്ച് എല്ലാം കൊണ്ടും കുറച്ച് വെള്ളിമൂങ്ങ എടുക്കുക എന്ന് പറയുന്നത് റേറ്റിലായാലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും ഇൻഷുറൻസ് ആയാലും മറ്റു കാര്യങ്ങളെല്ലാം വെള്ളിമൂങ്ങയ്ക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് 3ാം സ്ഥാനം കൊടുക്കുന്നത്. ഈ 3 വണ്ടികളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടികളാണ് കേട്ടോ. എൻ്റെ യൂസ് ആപ്പേൻ്റെതായതുകൊണ്ടാണ് ഞാൻ ആപ്പ യൂസ് ചെയ്യുന്നത്. അപ്പം ഓട്ടോ വേണ്ട, ഒരു 4 വീലർ മതി, അത്യാവശ്യം നല്ല ലോങ് ഒക്കെ പോകണം എന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് വെള്ളിമൂങ്ങയായിരിക്കും. പക്ഷേ വെള്ളിമൂങ്ങ എടുക്കാനും അത്യാവശ്യം പൈസ കൂടുതൽ വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്ടോ ഫീൽഡിലേക്ക് വന്ന് എന്താണൊക്കെ അവസ്ഥ എന്നൊക്കെ ഒന്ന് പഠിക്കുന്നതിന് വരെ ഒരു കുട്ടി ഡീസലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 1 കുട്ടി ഡീസൽ, 2 ആപ്പ, 3 വെള്ളിമൂങ്ങ. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ പറ്റിയത്, നിങ്ങൾക്ക് ഏത് വണ്ടീൻ്റെ യൂസാണ് കൂടുതൽ അനുയോജ്യമായിട്ട് വരിക എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു വണ്ടി തിരഞ്ഞെടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.